ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിവിഷൻ ആൻജിയോസ്പെർമയാണ് കേട്ടോ. ആൻജിയോസ്പെർംസ് എന്ന് പറയുന്നത് എന്താ? ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ശരിക്കും ഹെർബ്സും ഷ്രബ്സും ട്രീസും ഒക്കെ ആയിട്ട് കാണുന്നതാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കേട്ടോ. അതിനകത്ത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് ഉള്ളത്. ടാപ്പ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉണ്ട്. ജിംനോസ്പെർമിൽ നമ്മൾ പറഞ്ഞു ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണുന്നതെങ്കിൽ ഇത് കാണുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും കാണുന്നുണ്ട്. ഇനി അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അത് റൂട്ട് ആവാം, സ്റ്റെം ആവാം, ലീഫ് ആവാം, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ബഡ്സ് ഒക്കെ ആവാം കേട്ടോ. അങ്ങനത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നത്. സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഫ്ലവർ ആണ്. ആ ഫ്ലവർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ആൻജിയോസ്പെർംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സിൽ നേക്കഡ് സീഡ്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സീഡിനെ കവർ ചെയ്തിട്ട് ഫ്രൂട്ട് ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് ഓവറി എന്നൊരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ഓവറി ഡെവലപ്പ് ആസ് ഫ്രൂട്ട്. ഇനി നമുക്ക് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. We said already that it has the flowers as the reproductive structure. ഈ ഫ്ലവേഴ്സ് ഒരു പെർഫെക്റ്റ് ഫ്ലവറോ ഇംപെർഫെക്റ്റ് ഫ്ലവറോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആവാം. പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയുന്ന ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. പെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയുന്ന ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഒരേ ഫ്ലവറിൽ തന്നെ ഉള്ളതിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയും. ഇംപെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ആണ്. ഇംപെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയുന്ന യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെയാണ് ഇംപെർഫെക്റ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ്സിന്റെ സെക്ഷുവാലിറ്റി അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മൊണീഷ്യസ്, ഡയീഷ്യസ് എന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ. പ്ലാന്റ്സിന്റെ സെക്ഷുവാലിറ്റി അനുസരിച്ച് ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് മൊണീഷ്യസ് ആൻഡ് ഡയീഷ്യസ്. നമുക്കറിയാം മൊണീഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? മൊണീഷ്യസ് എന്ന് പറയുന്നത് ബൈസെക്ഷൽ പ്ലാന്റ് ആണ് അല്ലെ. മൊണീഷ്യസ് പ്ലാന്റ് ഒന്നുപോലെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ മൊണീഷ്യസ് പ്ലാന്റിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ പ്ലാന്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആയിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നത്. മൊണീഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ബൈസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മെയിലും ഫീമെയിലും ഒന്നി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ആവാം. ഡയീഷ്യസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുപോലെ മെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഡയീഷ്യസ് പ്ലാന്റ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാന്ന് നമുക്ക് നോക്കാം. അതായത് സെക്ഷൽ ഓർഗൻ ആയിട്ടുള്ള സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ദ ഫ്ലവറിലെ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഉള്ളത്. ദാറ്റ് ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും. ഫ്ലവർ കൺസിസ്റ്റ് ഓഫ് male reproductive structure and female reproductive structure. Male reproductive structure നമ്മൾ ആൻഡ്രീഷ്യം എന്നാണ് പറയാ. Male reproductive structure is called as andrecium and female reproductive structure is called as gynoecium. Okay. Male reproductive structure is andrecium and female reproductive structure is gynoecium. Andreciumത്തിന്റെ സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റേമൻ ആണ്. Single unit of andrecium is called as stamen. Single unit of gynoecium is called as pistil. ഈ പിസ്റ്റിലിനെ നമുക്ക് കാർപ്പൽ എന്നും പറയാം. ഇനി ഇതിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാല് സ്റ്റേമന് ഒരു ആന്തറും ഉണ്ടാവും, ഒരു ഫിലമെന്റും ഉണ്ടാവും. ആന്തർ ആൻഡ് ദിസ് ഈസ് ദ ഫിലമെന്റ്. പെസ്റ്റിലിന് നമുക്ക് ഒരു സ്റ്റിഗ്മ ഉണ്ടാവും, ഒരു സ്റ്റൈലും ഉണ്ടാവും, ഒരു ഓവറി ഉണ്ടാവും കേട്ടോ.
See here, ovary, inside that the ovules will be present. So here we can say this is stigma, this is style, this one is ovary, this one is ovule. Ovule is also called as megasporangia. ഇനി ഈ ആന്തറിന്റെ ഉള്ളില് ഇൻസൈഡ് ആന്തർ there is microsporangia. Inside anther there is microsporangia. Microsporangia has microspore mother cell. Microsporangia എന്തുണ്ട്? Microspore mother cell. Microspore mother cells also called as pollen mother cell. കാരണം microspore mother cell ആണ് pollen grain ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Microspore mother cell അല്ലെങ്കിൽ pollen mother cell, it undergo meiosis to produce a microspore tetrad. Microspore tetrad. Each microspore in this undergo development as a pollen grain. Pollen grain structure എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇന്നർ കവറിങ് ഇൻഡൈനും ഉണ്ടാവും, ഔട്ടർ കവറിങ് എക്സൈനും ഉണ്ടാവും. ഇൻസൈഡ് ദാറ്റ് there will be one vegetative cell and two generative cells. So here we can say this is an exine, outer covering, this is an intine, inner covering, and it has a vegetative cell. This is for the nourishment of the generative cell, and this is male gamete or generative cell. Okay, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. See here, ആൻഡ്രീഷ്യം എന്ന് പറയുന്ന മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ സിംഗിൾ യൂണിറ്റ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയും. സ്റ്റേമനും രണ്ട് പാർട്ടാണ് ഉള്ളത്, ആന്തറും ഫിലമെന്റും. ആന്തറിന്റെ ഉള്ളില് മൈക്രോസ്പൊറാഞ്ചിയ എന്ന സ്ട്രക്ചർ ഉണ്ട്. മൈക്രോസ്പൊറാഞ്ചിയയില് മൈക്രോസ്പോർ മദർ സെൽസ് കുറെ ഉണ്ട് കേട്ടോ. മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന കുറെ മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ട്. ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് പോളൻ മദർ സെൽ എന്നും പറയും. മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവും. 4 മൈക്രോസ്പോർ ഉണ്ടാവും. ഈ ഓരോ മൈക്രോസ്പോറും എന്താണ്? ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. മൈക്രോസ്പോർ മദർ സെല്ലോ ഡിപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. ആ ഓരോ മൈക്രോസ്പോറും ഡെവലപ്പ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുകയാണ് ചെയ്യുക. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. ആ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ പോളൻ ഗ്രെയിനെയാണ് എന്ത് പറയാ? മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന പോളൻ ഗ്രെയിൻ ആണ്. പോളൻ ഗ്രെയിന് ഒരു ഔട്ടർ കവറിങ് എക്സൈൻ ഉണ്ട്, ഒരു ഇന്നർ കവറിങ് ഇൻറ്റൈൻ ഉണ്ട്. അതേപോലെ ഇതിന്റെ ഉള്ളില് 3 സെൽസ് ആണ് ഉള്ളത്. ഒരു വെജിറ്റേറ്റീവ് സെല്ല്, അത് ഈ ജനറേറ്റീവ് സെൽസ്, അതായത് മെയിൽ ഗാമീറ്റ് ഈ 2 ജനറേറ്റീവ് സെല്ലാണ്. ഇതിന് നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറ്റീവ് സെല്ലാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. സോ ഹിയർ വി ക്യാൻ സേ 3 സെൽഡ് സ്റ്റേജ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 3 സെൽസ് ഉള്ള ഒരു മെയിൽ ഗാമീറ്റോഫൈറ്റ് ആണ് ആൻജിയോസ്പേംസിലുള്ളത് കേട്ടോ. അതിന് നമ്മൾ പോളൻ ഗ്രെയിൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ പോളൻ ഗ്രെയിൻ മെയിൽ ഗാമീറ്റോഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ലിബറേറ്റഡ് ഔട്ട് ഫ്രം ദ പ്ലാന്റ്. പ്ലാന്റിൽ നിന്ന് അത് ലിബറേറ്റ് ചെയ്യും, അത് പുറത്ത് പോരും. പുറത്ത് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് പോളിനേറ്റിംഗ് ഏജന്റ്സ് ആർ ദെയർ ടു ഡു ദ പോളിനേഷൻ. അതായത് ബയോട്ടിക് ഏജന്റ്സോ അബയോട്ടിക് ഏജന്റ്സോ ആയിട്ടുള്ള കുറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആണ് ഇവിടെ പോളിനേഷൻ എന്ന പ്രോസസ് ചെയ്യുന്ന ഈ പറയുന്ന വിൻഡോ അല്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ബയോട്ടിക് ഏജൻസ്, ഏതെങ്കിലും മൃഗങ്ങളായിരിക്കും അതിന്റെ പോളിനേഷൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കൂടെ നോക്കാം. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, പോളൻ ഗ്രെയിൻ ഓഫ് ദിസ് വൺ ഈസ് 3 സെൽഡ് സ്റ്റേജ്. അതിൽ കൂടുതൽ സെൽസ് ഉണ്ടാവില്ല പോളൻ ഗ്രെയിനിൽ. ജിംനോസ്പേമിലെ ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ് എന്നാ പറയാ. അതായത് 2 സെല്ലോ 3 സെല്ലോ അതിൽ കൂടുതൽ സെൽസോ ഉണ്ടാവാം ഇതിനകത്ത് ജിംനോസ്പേമില്. ഇനി ടെറിഡോഫൈറ്റിന്റെ കേസിലെ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്രോതാലസ് ആണ്, ഒരു
ചെറിയ ചെടി പോലെ ഇരിക്കുന്നതാണ് അല്ലെ, അതിനകത്ത് കൂടുതൽ നമ്പർ സെൽസ് ഉണ്ടാവും. ഇനി ബ്രയോഫൈറ്റിന്റെ കേസിലാണെങ്കിൽ അതിന്റെ മേജർ പ്ലാൻ ബോഡി തന്നെ ഗ്യാമീറ്റോഫൈറ്റ്, അപ്പൊ അതിനകത്ത് ഒരുപാട് സെൽസ് ഉണ്ട്. ഇനി താലോഫൈറ്റിന്റെ കേസിലാണെങ്കിലും അതിന്റെ മേജർ പ്ലാൻ ബോഡി എന്താണ്, ഗ്യാമീറ്റോഫൈറ്റ് ആണ്, അവർക്കും ഉണ്ട് ഒരുപാട് സെൽസ്. അപ്പൊ ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്യാമീറ്റോഫൈറ്റ്, ഏറ്റവും കോംപ്ലക്സിറ്റി കൂടിയ പ്ലാന്റ് ആയിട്ടുള്ള ആൻജിയോസ്പെർമിലല്ലേ നമ്മൾ കണ്ടത്, അത് മനസ്സിൽ വെച്ചോളാം കേട്ടോ. ഇത് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദീസ് പ്ലാന്റ് ഹാസ് ദ ലെസ് കോംപ്ലക്സ് ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാണ് കേട്ടോ. So here the next one, the female reproductive structure. ഞാൻ ഇത് വായിക്കുകയാണെ. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഗൈനീഷ്യ ആണ്. ഗൈനീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് കാർപ്പൽ അല്ലെങ്കിൽ പെസ്റ്റിൽ ആണ്. പെസ്റ്റിലിന് 3 പാർട്ടാണുള്ളത്, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഈ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണ്, ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. സ്റ്റൈൽ ത്രൂ വിച്ച് ദ പോളൻ ട്യൂബ് എലോങ്ങേഷൻ ഇറ്റ് ഒക്കേഴ്സ്. പോളൻ ട്യൂബ് എലോങ്ങേഷൻ ഒക്കേഴ്സ് ത്രൂ ദ pollen tube elongation occurs through സ്റ്റൈൽ വഴിയാണ് പോളൻ ട്യൂബിന്റെ എലോങ്ങേഷൻ നടക്കുന്നത്. ഇനി ഓവറിയുടെ ഉള്ളില് ഈ പോളൻ ട്യൂബിന്റെ എലോങ്ങേഷൻ എന്ന് പറയുന്ന പോളൻ ഗ്രെയിന്റെ ഉള്ളിലത്തെ വോൾ എലോങ്ങേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ പോളൻ ട്യൂബിന്റെ എലോങ്ങേഷൻ എന്ന് പറയുന്നത്. ആ പോളൻ ട്യൂബ് എലോങ്ങേഷൻ ഒക്കെ നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട് വരും ചാപ്റ്ററുകളിൽ. അപ്പൊ സ്റ്റൈൽ ത്രൂ വിച്ച് ദ പോളൻ ട്യൂബ് എലോങ്ങേഷൻ ഇറ്റ് ഒക്കേഴ്സ്. നമുക്കറിയാം ആൻജിയോസ്പെർമിന്റെ കേസിൽ സിഫോണോഗ്യാമിയാണ് നടക്കുന്നത്. ജിംനോസ്പെർമിൽ നമ്മൾ സിഫോണോഗ്യാമിയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ആൻജിയോസ്പെർമിലും സിഫോണോഗ്യാമിയാണ്. പോളൻ ട്യൂബ് വഴിയാണ് ജനറേറ്റീവ് സെൽ അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. ഇനി ഇതിന്റെ ഓവറിയുടെ ഉള്ളിലിരിക്കുന്ന ഒവ്യൂള്, സാധാരണയായിട്ട് ഈ ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് 2 കവറിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബൈടെക്മിക് ആണ്. ഇത് ഒരു ഇന്റഗ്യുമെന്റ്, ഔട്ടർ ഇന്റഗ്യുമെന്റ്, ഇത് ഇന്നർ ഇന്റഗ്യുമെന്റ്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഇതിനെ ബൈടെക്മിക് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഇതിനെ ബൈടെക്മിക് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സെൽസ് ന്യൂസെല്ലാർ സെൽസ് ആണ്. നമ്മൾ ജിംനോസ്പെർമിൽ പറഞ്ഞ പോലെ തന്നെ ഹിയർ ഓൾസോ ദ ന്യൂസെല്ലാർ സെൽസ് ആർ പ്രസന്റ്. ഇതിനകത്ത് ന്യൂസെല്ലാർ സെൽസ് ആണ് ഇരിക്കുന്നത്. ഈ ന്യൂസെല്ലാർ സെല്ലില് വൺ ഓഫ് ദ ന്യൂസെല്ലാർ സെൽ ആക്ട് ആസ് ദ മെഗാസ്പോർ മദർ സെൽ. ദിസ് ഈസ് ന്യൂസെല്ലാർ സെൽസ്. In this, one of the nucellar cell act as megaspore mother cell. ഇതിനകത്ത് ഒരെണ്ണം മെഗാസ്പോർ മദർ സെൽ ആയിട്ട് ആക്ട് ചെയ്യും. യു ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് മെഗാസ്പോർ മദർ സെൽ. ഈ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. ഇത് മിയോട്ടിക് ഡിവിഷൻ നടന്നാല് ഇങ്ങനെ 4 മെഗാസ്പോർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ മെഗാസ്പോർ മദർ സെൽ എന്താണ്? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഇതിന്റെ ഓരോ മെഗാസ്പോറും എന്താണ്? ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ് കേട്ടോ. Each megaspore it is haploid in nature, and only one of the megaspore will remain here. The remaining all the megaspore will undergo degeneration. Only one will remain here. ഒരെണ്ണം മാത്രം ഇവിടെ നിൽക്കും, ബാക്കി 3 എന്താവും? ഡീജനറേറ്റ് ചെയ്ത് പോകും. So here this undergo the single megaspore undergo development. Here only single megaspore undergo development. This is called as monosporic development. ഇതിനെ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്നാ പറയാം. അപ്പൊ മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പെർം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഒറ്റ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മെഗാസ്പോർ മാത്രം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഗാസ്പോറിന്റെ ഉള്ളിൽ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓരോന്നും ഓരോ പോളിലേക്ക് മൂവ് ആവും. അതായത് ഒരെണ്ണം ഇങ്ങോട്ട് മൂവ് ആവും, ഒരെണ്ണം ഇങ്ങോട്ട് മൂവ് ആവും. Then after that in each corner it will undergo one more mitotic division. എന്നിട്ട് ഒരു മൈറ്റോട്ടിക് ഡിവിഷനും കൂടെ ഈ ഓരോ കോർണറിലും ഇത് നടത്തും. സോ ഹിയർ 4 ന്യൂക്ലിയസ് ഓരോ കോർണറിലും മെഗാസ്പോറിന്റെ 2 പോളിലായിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. Then after that what will happen? ഓരോ ന്യൂക്ലിയസ് ഇതിന്റെ കോർണറിൽ നിന്ന് സെന്റർ ഭാഗത്തേക്ക് മൂവ് ആവും.
ഓരോ ന്യൂക്ലിയസ് ഇതിന്റെ കോർണറിൽ നിന്ന് സെന്റർ ഭാഗത്തേക്ക് മൂവ് ആവും. ദിസ് വിൽ ആക്ട് ആസ് എ സെൻട്രൽ സെൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു എഗ് അപ്പാരറ്റസ് ഫോം ചെയ്യും. ഈ എഗ് അപ്പാരറ്റസിന് ഇതാണ് ഇതിന്റെ എഗ് എന്ന് പറയുന്നത്. ഇത് രണ്ട് സൈനർജിറ്റ്സ് ആണ്. ഇത് രണ്ടും സൈനർജിറ്റ്സ് ആണ്. ഓക്കെ, ഇത് മൂന്ന് ആന്റിപോഡൽ സെൽസ് ആയിട്ട് മാറും. ആന്റിപോഡൽ സെൽസ് ആയിട്ട് മാറും. ഇതിന് സെൽ വോൾ ഉണ്ടാവില്ല. സെൻട്രൽ സെല്ലിന് സെൽ വോൾ ഉണ്ടാവില്ല. സെൻട്രൽ സെല്ല് ഈ എഗ് അപ്പാരറ്റസിന്റെ ഇത്രയും ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ഈ എഗ് അപ്പാരറ്റസിന്റെ സെൽ വോളും ആന്റിപോഡൽ സെൽസിന്റെ സെൽ വോളുമാണ് ആര് ഷെയർ ചെയ്യുന്നത്? സെൻട്രൽ സെല്ല് ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ സെൻട്രൽ സെല്ലിൽ ഇരിക്കുന്ന ഈ ന്യൂക്ലിയസിന് പറയുന്ന പേരാണ് പോളാർ ന്യൂക്ലിയേ. ഈ സെൻട്രൽ സെല്ലിൽ ഇരിക്കുന്ന രണ്ട് ന്യൂക്ലിയസിന് പറയുന്ന പേരാണ് പോളാർ ന്യൂക്ലിയേ. ഈ പോളാർ ന്യൂക്ലിയേ രണ്ട് സെപ്പറേറ്റ് ന്യൂക്ലിയസ് ആണ്. ഈ സെപ്പറേറ്റ് ന്യൂക്ലിയസ് ഗ്രാജുവലി ഇറ്റ് വിൽ അണ്ടർഗോ ഫ്യൂഷൻ ടു ബിക്കം ആസ് എ സെക്കൻഡറി ന്യൂക്ലിയസ്. ഇത് ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്നത് സെക്കൻഡറി ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പൊ എംബ്രിയോ സാക്ക് എന്ന സ്ട്രക്ചർ ആണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് വഴി ഉണ്ടാകുന്ന ഈ ഒരു സ്ട്രക്ചറിന്റെ പേരാണ് എംബ്രിയോ സാക്ക്. അപ്പൊ പോളൻ ഗ്രെയിൻ മെയിൽ ഗാമീറ്റോഫൈറ്റ് ആണെങ്കിൽ എംബ്രിയോ സാക്ക് എന്താണ്? ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആണ്. ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത് മോണോസ്പോറിക് ഡെവലപ്മെന്റ് വഴി 1 മെഗാസ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നതാണ്. ഈ എംബ്രിയോ സാക്ക് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റാ. ആൻഡ് എഗ് അപ്പാരറ്റസിലെ 2 സൈനർജിഡ് സെല്ല്, ഒരു എഗ്, 3 സെല്ലായി. ആന്റിപോഡൽ സെൽസ് 3 എണ്ണം, 6 സെല്ലായി. വലിയൊരു സെന്റർ സെല്ല് 7ആയി. 7 സെല്ലും ഈ സൈനർജിഡിന്റെ 2 ന്യൂക്ലിയസും എഗിന്റെ ന്യൂക്ലിയസും കൂടി 3 ന്യൂക്ലിയസ്, ആന്റിപോഡൽ സെൽസിന്റെ 3 ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയ 2 എണ്ണം, അങ്ങനെ 8 ന്യൂക്ലിയസും കാണാം. സോ ഹിയർ embryo sac is 7 celled 8 nucleate condition. 7 celled 8 nucleate structure it is. Okay, 7 celled 8 nucleate structure ആണ് embryo sac എന്ന് പറയുന്നത്. ഇനി ഇവിടെ പോളിനേഷൻ നടക്കുന്ന സമയത്ത് pollen grains will come in contact in the stigma region through which it will elongate the pollen tube. പോളൻ ട്യൂബ് വഴി 2 ജനറേറ്റീവ് സെല്ല് ഇറങ്ങി വരുന്നുണ്ട്. ഈ 2 ജനറേറ്റീവ് സെല്ലില് ഒരു സെല്ല് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. 2 ജനറേറ്റീവ് സെല്ല് എങ്ങോട്ട് വരുന്നുണ്ട്? ഓവറിയിലേക്ക് വരുന്നുണ്ട്, ഒവ്യൂളിലേക്ക് വരുന്നുണ്ട്. ഒവ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന എംബ്രിയോ സാക്കിലേക്ക് ഈ പറയുന്ന പോളൻ ട്യൂബിനെ ഡയറക്റ്റ് ചെയ്യാൻ സ്പെഷ്യൽ അപ്പാരറ്റസ് ഉണ്ട്. നിങ്ങൾ 12th സ്റ്റാൻഡേർഡിലെ പോർഷൻ പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഒരു ജനറേറ്റീവ് സെല്ലിനെ എഗ്ഗിന് കൊടുക്കും ഫോർ ദ ഫ്യൂഷൻ, ഒരു ജനറേറ്റീവ് സെല്ല് പോളാർ ന്യൂക്ലിയയ്ക്ക് കൊടുക്കും. സോ ഹിയർ എഗ്ഗുമായിട്ട് ഒരു ജനറേറ്റീവ് സെല്ല് ഫ്യൂസ് ചെയ്ത് അവിടെ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. സോ ഹിയർ വി ക്യാൻ സേ ദ എഗ് ഇറ്റ് fuse with the generative cell to form the zygote. Egg and generative cell together generative cell is nothing but the male gamete കേട്ടോ. ഈ മെയിൽ ഗാമീറ്റും കൂടി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ഈ ഫ്യൂഷനെ നമ്മൾ സാധാരണ സിംഗമി എന്നാണ് പറയാ. ദിസ് എഗ് ആൻഡ് ജനറേറ്റീവ് സെൽ ഫ്യൂഷൻ, ഇതിന് നമ്മൾ പറയുന്ന പേര് സിംഗമി എന്നാണ്, അതായത് ട്രൂ ഫെർട്ടിലൈസേഷൻ കേട്ടോ. ഇനി another generative cell, one more male gamete ഇല്ലേ? ഇത് അവിടെ ഒരു മെയിൽ ഗാമീറ്റ്, ഇവിടെ വേറൊരു മെയിൽ ഗാമീറ്റ് ഉണ്ട് അല്ലെ? നമ്മുടെ പോളൻ ഗ്രെയിൻ ഉണ്ടായപ്പോ 3 സെൽസ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന, 2 മെയിൽ ഗാമീറ്റും ഒരു വെജിറ്റേറ്റീവ് സെല്ലും, അല്ലെങ്കിൽ 2 ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും. ജനറേറ്റീവ് സെൽ എന്ന ടേം യൂസ് ചെയ്യുന്ന മെയിൽ ഗാമീറ്റിനെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നെക്സ്റ്റ് പോളാർ ന്യൂക്ലിയൈ plus generative cell by triple fusion. Triple fusion വഴി അത് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആയിട്ട് മാറും. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. അതേപോലെ സൈഗോട്ട് ഇറ്റ് വിൽ ഡെവലപ്പ് ആസ് എംബ്രിയോ. Zygote will develop as embryo. Zygote is diploid and embryo is also diploid condition. Here it will undergo development. This embryo, it has different regions as embryonal axis. ഈ എംബ്രിയോയ്ക്ക് എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, എപ്പികോട്ടൈൽ റീജിയൻ ഉണ്ടാവും, ഹൈപ്പോകോട്ടൈൽ റീജിയൻ ഉണ്ടാവും, റാഡിക്കിൾ ഉണ്ടാവും,
ഉണ്ടാവും? 1 or 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ എംബ്രിയോന് ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടാവും? എംബ്രിയോണൽ ആക്സിസ്. എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്, അപ്പൊ അതാ ഇതൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ എംബ്രിയോണൽ ആക്സിസിൽ ഏത് ഭാഗത്തു നിന്നാണോ കോട്ടിലിഡൻ റൈസ് ചെയ്തു വരുന്നത്, ആ ഒരു ഭാഗത്തു നിന്ന് മുകളിലേക്കുള്ള ഈ റീജിയന് നമ്മൾ എപ്പികോട്ടൈൽ റീജിയൻ എന്നാ പറയാ. ഈ ഭാഗത്തിന് നമുക്ക് ഹൈപ്പോകോട്ടൈൽ റീജിയൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഈ സെന്റർ ഭാഗത്തായിട്ട് എന്തിരിക്കും? പ്ലൂമ്യൂൾ ഇരിക്കും. ഈ അറ്റത്തായിട്ടായിരിക്കും റാഡിക്കിൾ ഇരിക്കുന്നത്. പ്ലൂമ്യൂളിൽ നിന്നാണ് ഷൂട്ട് അറൈസ് ചെയ്യുന്നത്, റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് അറൈസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഇനി 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. എംബ്രിയോ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എംബ്രിയോണൽ ആക്സിസും എപ്പികോട്ടൈൽ റീജിയനും ഹൈപ്പോകോട്ടൈൽ റീജിയനും റാഡിക്കിളും പ്ലൂമ്യൂളും 1 or 2 കോട്ടിലിഡനും കാണും എംബ്രിയോയില്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ആയിട്ട് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ആയിട്ടാണ് മാറുന്നത്. എൻഡോസ്പേം വിച്ച് ഈസ് ട്രിപ്ലോയിഡ് will be developed. ഈ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ആണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്നത് കേട്ടോ. സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്നത് ഈ പറയുന്ന ട്രിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ്. ഇവിടെ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ, ഇവിടെ സിംഗമി, ഇവിടെ ട്രിപ്പിൾ ഫ്യൂഷൻ നടന്ന ഈ സൈനർജിഡ് 2ഉം ആന്റിപോഡൽസ് 3ഉം ഡീജനറേറ്റ് ആയി പോകും. പിന്നെ അതിന്റെ ആവശ്യം അവിടെ ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഈ എൻഡോസ്പേമും സൈഗോട്ടിന്റെ ഡെവലപ്മെന്റും മാത്രമാണ് കേട്ടോ. അപ്പോ ഈ ന്യൂസെല്ലാർ സെൽസ് എംബ്രിയോസാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ജനറലി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന പിന്നെ എന്താണ്? ഈ സൈഗോട്ടിന്റെ ഉള്ളിൽ, മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഒവ്യൂളിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന എന്താണ്? എംബ്രിയോസാക്ക് ആണ്. ഈ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ആന്റിപോഡൽ സെൽസും സൈനർജിഡും പോയാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന സൈഗോട്ടും പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ കംപ്ലീറ്റ് ഇന്റഗ്യുമെന്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒവ്യൂളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആരാണ്? സൈഗോട്ടും പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ആണ്. സൈഗോട്ട് ഡെവലപ്പ് ആയിട്ട് എംബ്രിയോ ആവും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ആയിട്ട് എൻഡോസ്പേമോ ആവും. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു സീഡ് എന്ന് പറയുന്നത് സീഡിന്റെ ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള 2 ഇന്റഗ്യുമെന്റും അതേപോലെ അതിന്റെ ഉള്ളിലിരിക്കുന്ന എൻഡോസ്പേം ഉണ്ടെങ്കിൽ എൻഡോസ്പേം, അല്ലെങ്കിൽ ആ സൈഗോട്ട് ഡെവലപ്പ് ആയിട്ടുള്ള എംബ്രിയോ മാത്രമായിരിക്കും അതിന്റെ ഉള്ളിലുള്ളത്. എംബ്രിയോക്ക് എംബ്രിയോണൽ ആക്സിസും എപ്പികോട്ടൈൽ ഹൈപ്പോകോട്ടൈൽ റീജിയൻസും റാഡിക്കിളും പ്ലൂമ്യൂളും 1 or 2 കോട്ടിലിഡനും ആയിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പറ്റിയിട്ട്. നമുക്കിത് ഒരുപാട് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതിന്റെ ഓവറി വോള് ഉണ്ട്, ഈ ഓവറി ഉണ്ടല്ലോ, ഈ ഓവറി ഡെവലപ്പ് ആയിട്ടാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. നമ്മൾ കണ്ടിട്ട് ചില ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഒരു സീഡേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓവറിയുടെ ഉള്ളിൽ ഒരു ഒറ്റ ഒവ്യൂളേ ഉള്ളൂ എന്നാണ്. ഒരു ഒവ്യൂളിന്റെ അകത്ത് എപ്പോഴും ഒരു എംബ്രിയോസാക്ക് ആയിരിക്കും കാണുന്നത്. ജനറലി ഒരു എംബ്രിയോസാക്കേ ഉണ്ടാവുള്ളൂ, ഒരു ഒവ്യൂളിന്റെ അകത്ത് ഒരു എംബ്രിയോസാക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സീഡിന്റെ ഉള്ളിൽ ഒരു എംബ്രിയോ സാധാരണ കാണാറുള്ളൂ. പിന്നെ ചില കേസസിൽ പോളി എംബ്രിയോണി കാണിക്കാറുണ്ട്. ചില സിട്രസ് പോലത്തെ പ്ലാന്റ്സിന്റെ ഉള്ളിൽ പോളി എംബ്രിയോണി കാണിക്കാറുണ്ട്. അതും നമ്മൾ പഠിക്കും 12th സ്റ്റാൻഡേർഡിൽ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇത്രയും മതി. ഇനി ഫ്രൂട്ട് വന്നിട്ട് സീഡിന്റെ കവറിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ഈ ആൻജിയോസ്പേമിന്റെ കേസിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിംനോസ്പേമിനെ പോലെ ആൻജിയോസ്പേമിന്റെ സീഡ്സ് നേക്കഡ് സീഡ്സ് അല്ല. അതേപോലെ അതിന്റെ ഓവറി ഉള്ളത് കൊണ്ട് ഓവറി ഒരു ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് സീഡിനെ കവർ ചെയ്തിട്ട് ഫ്രൂട്ട് ഉണ്ടാവും. ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഹെർബ്സ് ആയിട്ടും ഷ്രബ്സ് ആയിട്ടും ട്രീസ് ആയിട്ടും ഒക്കെ ഇത് കാണും. ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇതിനകത്ത് കാണാറുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഗ്രൂപ്പ് പ്ലാന്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്ലവേഴ്സ് ആണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫ്ലവറിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. ആൻഡ്രീഷ്യത്തിന്റെ ഡിഫറെന്റ് പാർട്സ് എന്ന് പറയുന്ന ആന്തറും ഫിലമെന്റും ആണ്. ആന്തറിന്റെ ഉള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയ എന്ന സ്ട്രക്ചർ ഉണ്ട്. മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ മൈക്രോസ്പോർ മദർ സെൽ എന്ന സ്ട്രക്ചർ ഉണ്ട്. മദർ സെൽ എന്ന സ്പെഷ്യൽ സെല്ലുണ്ട്. ഈ മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ആവുകയും മൈക്രോസ്പോർ ഡെവലപ്പായി പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുകയും ചെയ്യും. പോളൻ ഗ്രെയിനിന്റെ 2 ഗ്യാമീറ്റും ഒരു വെജിറ്റേറ്റീവ് സെല്ലും ആണ് ഉള്ളത്. അത് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആൻജിയോസ്പേമിലെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ 2 ജനറേറ്റീവ് സെൽ അല്ലെങ്കിൽ 2 മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ഗൈനീഷ്യം എന്നാ പറയാ. ഗൈനീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ്
യൂണിറ്റ് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലാണ്. അതിന് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന 3 പോർഷൻസ് ആണ് ഉള്ളത്. സ്റ്റിഗ്മ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. സ്റ്റൈൽ എന്ന് പറയുന്നത് പോളൻ ട്യൂബ് എലോങ്കേറ്റ് ചെയ്ത് വരുന്ന പോർഷൻ ആണ്. അവിടെ പോളിനേഷൻ നടക്കുമ്പോൾ സിഫോണോഗ്യാമി വഴിയാണ് മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ പോളൻ ട്യൂബിന്റെ എലോങ്കേഷന് സഹായിക്കുന്ന സ്റ്റൈലാണ്. ഓവറിയുടെ ഉള്ളിലാണ് ഒവ്യൂൾ ഇരിക്കുന്നത്. ഒവ്യൂളിന് 2 കവറിങ് ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട്. ഒവ്യൂളിന് മെഗാസ്പൊറാഞ്ചിയ എന്നും പറയും. മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഒവ്യൂളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്പെഷ്യൽ സെൽസ് ന്യൂസെല്ലാർ സെല്ലാണ്. അതിനകത്ത് വൺ ഓഫ് ദം ഗെറ്റ് സെലക്ട് ആസ് മെഗാസ്പോർ മദർ സെൽ. അത് മിയോട്ടിക് ഡിവിഷൻ നടന്ന മെഗാസ്പോർ ടെട്രാഡ്, ഒരു ലീനിയർ ടെട്രാഡ് ഉണ്ടാവും. ആ ലീനിയർ ടെട്രാഡിൽ 3 ഡീജനറേറ്റ് ചെയ്ത് പോയി ഒരെണ്ണം മാത്രമാണ് എംബ്രിയോ സാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ എംബ്രിയോ സാക്കാണ് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയുന്ന അറ്റ് ലാസ്റ്റ് എംബ്രിയോ സാക്കിലെ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആയിരിക്കും. അതിന് എഗ് അപ്പാരറ്റസും ആന്റിപോഡൽ സെൽസും ഉണ്ട്. എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്ന എഗ്ഗും 2 സൈനർജിഡും കൂടുന്നതാണ്. ആന്റിപോഡൽ സെൽസ് എന്ന് പറയുന്ന 3 സെൽസ് അത് നറിഷ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് സൈഗോട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിന് ഫുഡ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആന്റിപോഡൽ സെൽസ്. അതിന്റെ സെന്ററിൽ 2 പോളാർ ന്യൂക്ലിയ ഇരിക്കുന്നുണ്ട്. പോളാർ ന്യൂക്ലിയ സെൻട്രൽ സെല്ലിന് പ്രത്യേകിച്ച് ബൗണ്ടറി ഇല്ല. അത് ആന്റിപോഡൽ സെൽസിന്റെ അതുപോലെ തന്നെ എഗ് അപ്പാരറ്റസിന്റെ ബൗണ്ടറിയാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എഗ്ഗും അതുപോലെ തന്നെ പോളാർ ന്യൂക്ലിയ ആണ്. പോളാർ ന്യൂക്ലിയ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവലി അത് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ സെക്കൻഡറി ന്യൂക്ലിയസ് ആണ്. ഈ സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ് കേട്ടോ. സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുക. അതായത് നെക്സ്റ്റ് ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും. സാധാരണ ഈ പോളാർ ന്യൂക്ലിയെ ഫ്യൂസ് ചെയ്യുന്നത് ട്രിപ്പിൾ ഫ്യൂഷന് തൊട്ട് മുമ്പാണ് പോളാർ ന്യൂക്ലിയെ ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ ഗ്യാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്താൽ സൈഗോട്ട് ഉണ്ടാവും. മെയിൽ ഗ്യാമീറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്ത അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ചെയ്ത പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുക. പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് എൻഡോസ്പോം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ആന്റിപോഡൽ സെൽസിനെയും സൈനോർജിഡിനെയും പിന്നെ കാണില്ല. എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ പിന്നെ ഉണ്ടാവുക സൈഗോട്ടും അതേപോലെ തന്നെ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസും ആണ്. പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആദ്യം ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ആ നറിഷ്മെന്റ്, ആ ഫുഡ് വെച്ചിട്ട് ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറുമ്പോൾ എംബ്രിയോയുടെ ഡിഫറെന്റ് പോർഷൻസ് എന്ന് പറയുന്നത് എംബ്രിയോണൽ ആക്സിസും എപ്പിക്കോട്ടൈൽ, ഹൈപ്പോക്കോട്ടൈൽ റീജിയൻ, അതുപോലെ റാഡിക്കൽ, പ്ലൂമ്യൂൾ, ഇതൊക്കെയാണ്. അതുപോലെ 1-2 കോട്ടിലിഡൻ ഉണ്ടാവും ഈ പറയുന്ന എംബ്രിയോ ഡെവലപ്പായി വരുന്ന സമയത്ത് കേട്ടോ. ഇനി 1-2 കോട്ടിലിഡൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ 1-2 കോട്ടിലിഡൻ അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ആൻജിയോസ്പേംസിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് മോണോകോട്ടിലിഡൻസ് ആൻഡ് ഡൈകോട്ടിലിഡൻസ്. മോണോകോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്ടിലിഡൻ ഉള്ള പ്ലാന്റ്സിനെയാണ് മോണോകോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. Monocots and dicots. Angiosperms are classified into monocots and dicots we can say. Monocot എന്ന് പറയുന്ന സിംഗിൾ കോട്ടിലിഡൻ ഉള്ളത്. അതിന് എക്സാമ്പിൾ ആണ് വീറ്റ്, റൈസ്, മെയ്സ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. സിംഗിൾ കോട്ടിലിഡൻ ഉള്ളതിന് എക്സാമ്പിൾ ആണ് വീറ്റ്, റൈസ്, മെയ്സ്, ഇതൊക്കെ. So here angiosperms it is divided into monocot and dicot. See here, this will be having a single cotyledon. This has double cotyledon. And here we can see this monocotyledonous plants, it has fibrous root system. And this group of plants, they have isobilateral leaves. They show parallel venation in their leaves. They show the trimerous flowers. എന്താ ഞാൻ ഇതെന്ന് പറഞ്ഞുതരാം. But in the case of dicots, this will show taproot system. And they have dorsiventral leaf. And they have reticulate venation. And this group of plants produce tetramerous or pentamerous flowers.
ടെട്രാമറസ് ഓർ പെന്റാമറസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, ഫൈബർ പോലത്തെ റൂട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇവർക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. മോർഫോളജി പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഐസോ ബൈലാറ്ററൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ ലീഫ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഈ സൈഡും ഒരേപോലെ സണ്ണിന് എക്സ്പോസ് ആയിട്ടായിരിക്കും. ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ലീഫാണ്. ഡോർസൽ സൈഡും ഉണ്ടാവും, വെൻട്രൽ സൈഡും ഉണ്ടാവും. ഇനി പാരലൽ വീനേഷൻ എന്ന് പറയുന്ന അതിന്റെ വെയിൻസ്, ലീഫിലെ വെയിൻസ് പാരലലി ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പോലെ ആയിരിക്കും അതിന്റെ വെയിൻസ് അറേഞ്ച് ചെയ്തേക്കുന്നത് റെറ്റിക്കുലേറ്റ് വിനേഷനിൽ. ഇനി അതിന്റെ ഫ്ലവേഴ്സിന് 3 വേൾസോ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ നമ്പർ ആയിട്ടുള്ള വേൾസോ ഉണ്ടെങ്കിൽ അതിനെ ട്രൈമറസ് ഫ്ലവേഴ്സ് എന്നാ പറയാം. ഇനി 4ന്റെ മൾട്ടിപ്പിൾസോ 5ന്റെ മൾട്ടിപ്പിൾസോ ആണ് അതിന്റെ സെപ്പൽസിന്റെയും പെറ്റൽസിന്റെയും ഒക്കെ നമ്പറെങ്കിൽ അതിനെ ടെട്രാമറസ് അല്ലെങ്കിൽ പെന്റാമറസ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻജിയോസ്പേംസിനെ പറ്റിയിട്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്ലാന്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ആണ് കേട്ടോ.